ബാബു, നീ DDT എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിൽ ഇപ്പോഴും ശക്തമായിട്ട് നിൽക്കണ ഒരാൾ. പാർട്ടിയുടെ കുറേ ചിട്ടവട്ടങ്ങളും അജണ്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതനുസരിച്ചിട്ടല്ലേ മുന്നോട്ട് പോകാൻ. പക്ഷെ അങ്ങനെയല്ല നിൻ്റെ പോക്ക്. സുരേഷ് നേരത്തെ പാർട്ടി ഒരു പ്രവർത്തകനായിരുന്നു, ഇപ്പോഴും പാർട്ടി അനുഭാവിയാണ്. പിന്നെ നിൻ്റെ പണിയും തിരക്കും സാഹചര്യങ്ങളും കൊണ്ട് നീ പാർട്ടിയിൽ വരണില്ല. പക്ഷെ എന്നാലും നീയും ഇതൊക്കെ പാലിക്കണ്ടേ? മാത്രമല്ല, നിങ്ങൾ രണ്ടും ഒരേ ചുവാര, ഒരമ്മയുടെ വയറ്റിൽ കിടന്ന് 2 മക്കൾ. നിങ്ങളിങ്ങനെ കിടന്ന് തമ്മിലടിയും തമ്മിൽ തല്ലും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതൊക്കെ ആൾക്കാരെ മുമ്പിൽ വെറുതെ പരിഹാസപാത്രങ്ങളാവണം വേണോ? നേതാവ് ഇത് കേൾക്കണം. എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇയാളുമായിട്ടൊരു വഴക്ക് വേണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഞാനും എൻ്റെ ഭാര്യയും ഈ വീടിൻ്റെ ബാക്കിലോട്ട് ഞാൻ ഒരു വീട് വെച്ചു. അവിടെ ഞാൻ ഇപ്പം താമസിക്കുന്നത്. പ്രമാണത്തിൽ അതിൽ 1.5 മീറ്റർ വഴിയുണ്ട്. ആ വഴിയിലൂടെ നടക്കുമ്പോൾ പുള്ളി ആ വഴി അടയ്ക്കുക, അവിടെ വേസ്റ്റ് വാരി ഇടുക. ഞാൻ ചോദിക്കാൻ ചിലപ്പോൾ പുള്ളി ചീത്ത വിളിക്കാം. ഞാൻ എന്താ ചെയ്യേണ്ടത്? അതെ, ഞാൻ ചീത്തയൊന്നും വിളിക്കാറില്ല. ചീത്ത വിളിക്കുന്ന കാരണം അവൻ്റെ പെണ്ണുമ്പിള്ളയാണ്. ഓഹോ, അത് ലോകത്ത് ഒരു നിഘണ്ടുവിലും ഇല്ലാത്ത ചീത്തകളെ അവൻ്റെ പെണ്ണുമ്പിള്ള വിളിക്കുന്നത്. ചേട്ടനും അനിയുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കാന്നൊക്കെ പറഞ്ഞ അയ്യയ്യേ ഒക്കെ മോശമാണിത്. എന്തിനാ ചീത്തയൊക്കെ വിളിക്കുന്നത്? ഞങ്ങൾക്ക് വഴിയില്ല, വീട്ടിലോട്ട് പോകാനും ഇറങ്ങിപ്പോകാനും വഴിയില്ല. നേതാവ് കേൾക്കണം. അച്ഛൻ ചാവാൻ കിടന്നപ്പോൾ അച്ഛൻ എന്തോ ഗുണഗുണാന്ന് പറഞ്ഞു. അതെന്താ പറഞ്ഞത്? അത് വഴിയുടെ കാര്യമാണ് പറഞ്ഞത്. അത് അവൻ വഴിയുടെ കാര്യമൊന്നും പറഞ്ഞ് അവൻ ഇരിക്കുന്നു. ഞാൻ എൻ്റെ നല്ല മനസ്സുകൊണ്ട് ഒരു 1.5 മീറ്റർ വഴി അവന് കൊടുത്ത്, എന്നിട്ടാണ് അവൻ്റെ പെണ്ണുമ്പിള്ള വിട്ട് എന്നെ ഞാൻ ചീത്ത വിളിക്കുന്നത്. നിങ്ങൾ സഹോദരങ്ങൾ എന്തിനാ പെണ്ണുമ്പിള്ള ചീത്ത വിളിക്കുന്നത്? അല്ലാതെ വഴി തന്നിട്ട് അതങ്ങ് അടയ്ക്കും, അവിടെ വേസ്റ്റ് വാരി വിടുക. പിന്നെ ഞങ്ങൾ എങ്ങനെ നടന്നു പോകും? വഴിയുടെ അതൊക്കെ മോശമാണ്. അങ്ങനെ ചെയ്യില്ല. നേതാവേ, വഴി ഞാൻ തുറക്കാം. ആദ്യം അവൻ്റെ പെണ്ണുമ്പിള്ളയുടെ വായ അടയ്ക്കാൻ പറ. അത് ഞാൻ അടപ്പിച്ചോളാം. നീ അടച്ചാൽ മതി. ശരി. അത്രയല്ലേ ഉള്ള പ്രശ്നം. ഇതാണ് കുഴപ്പം. ഈ നിസാര കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ സംസാരിച്ചാൽ തീർന്ന കാര്യങ്ങളാണ്. പലതും ഊതി വീർപ്പിച്ച് വലുതാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമല്ല. ഇതിപ്പോൾ നമ്മുടെ DDT വളരെ പ്രസ്ഥാനത്തിന് നാണക്കേടാണിത്. ഇങ്ങനെയുള്ളത് തമ്മിൽ തല്ലുക എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ പ്രശ്നമൊന്നുമില്ല. ഇതോടെ എല്ലാം പരിഹരിക്കുകയാണ്. എനിക്ക് വഴി വേണം. വഴി തരും. അതെ, നീ വഴി കൊടുക്കുമല്ലോ സുരേഷേ? ഞാൻ വഴി കൊടുക്കാം. നീ അടപ്പിക്കുമല്ലോ. ഞാൻ അടപ്പിച്ചോളാം. വഴിയെ തുറന്നു തരണം. അത്രയേ ഉള്ളൂ പ്രശ്നം. ഇനി ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലേ? ഇനി രണ്ടുപേരും കൈ ഒന്ന് കൊടുത്ത്. കൈയൊന്നും കൊടുക്കണ്ട. അതൊന്നും വേണ്ട. ഇതൊക്കെയാണ് ഒരു ഒത്തൊരുമയില്ല. തന്നല്ല ഇപ്പൊ അത് രണ്ടുപേര് ഈ പറഞ്ഞമാര് രണ്ടുപേരുടെയും ശരീരത്തിൽ ഓടുന്ന ഒരേ ചോരയല്ലേ? കുറച്ച് ഒരു ബോധം വേണ്ടേ? ഞാൻ ഇളതാന്നുള്ള ബോധം വേണ്ട. ഇവിടെ ബോധമൊക്കെ എനിക്കുണ്ട്. നീ എന്നാ ബോധം പഠിപ്പിക്കണ്ട. ഇത് നിർത്ത്. നിങ്ങൾ രണ്ടുപേരും കൈ കൊടുത്തല്ലേ ഉള്ളൂ. പിന്നെ അങ്ങനെ പറയാം. നീ എന്തിനാ ഇത് 2 കൈയും കൊട്ടിയാലേ സൗണ്ട് കേൾക്കുള്ളൂ. ഒരു കൈ ഇങ്ങനെ കൊട്ടിയാൽ സൗണ്ട് കേൾക്കൂല. ഞാൻ കൊട്ടത്തില്ല. അതുകൊണ്ട് ഒന്നും അടങ്ങിക്കൊടു, ഒന്ന് ഒതുങ്ങിക്കൊടു. നീ ഇനി കൊട്ടരുത്. കൊട്ടാനും പോകുന്നില്ല, മുട്ടാനും പോകുന്നില്ല. എന്റെ ചൊറിയാൻ വരുന്നു. നിങ്ങൾ അടങ്ങി. ചൊറിയാൻ വരരുത്. ഇതൊക്കെയാണ് കുഴപ്പങ്ങൾ. ബാബു, നീ ഒന്ന് അടങ്ങടാ. എന്തോടങ്ങ് എന്നെ ചീത്ത അതില്ലാന്ന് പറഞ്ഞല്ലോ. ഇനി ഇല്ലല്ലോ. അത് സമ്മതിച്ചല്ലോ പരസ്പരം. അതിനാണല്ലോ നമ്മളിപ്പോ ധാരണയായത്. എന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. ഇല്ല, എന്റെ ഭാഗത്ത് നിന്ന് ഒരു കുഴപ്പം. എല്ലാം കഴിഞ്ഞു. ഇനി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ 2 കാലം വരെ നിലനിർത്തണേയും. താനാ ഇരിക്കുമ്പോ വാലാട്ടണ്ട. ആട്ടാ സമയമാകുമ്പോ ഞാൻ പറയാം, പാട്ടിയാ മതി കേട്ടോ. ഇവിടെ ഞാനുണ്ട് എല്ലാത്തിനും.